നമസ്കാരം. എല്ലാ പ്രിയ +1 കൂട്ടുകാർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന രണ്ടാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്? കാഥോഡ് റേ ട്യൂബിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ജെ തോംസൺ എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെയും മാസിൻ്റെയും റേഷ്യോ കണ്ടെത്തിയതെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മളിന്ന് ആരംഭിക്കുന്ന ആശയം. ആർ എ മില്ലിക്കൻ എന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത്. എന്താണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. In this experiment, a fine mist of oil is sprayed into the upper chamber with an atomizer. Some of the tiny droplets fell through the hole in the upper floor, and Millikan was able to determine the mass of an oil drop from the terminal velocity. Then Millikan used an X-ray source to ionize the gas molecules in the chamber. Electrons from the ionization process adhere to the oil droplets. The oil droplets now carry a negative charge. The negatively charged oil droplets can be halted by adjusting the voltage across the two plates. As the voltage across the plates is increased, the velocity of oil drops gets slowed. As the voltage across the plate is increased further, some droplets will begin to move upwards towards the positive plate. If the voltage is set just right, then the oil drop can be suspended. When the oil drop is suspended, its weight, that is, mass times acceleration due to gravity, is exactly counterbalanced by the electric force applied. The electric field applied is E times the charge on the drop Q. Then QE equal to mg, from which Q can be calculated. Millikan found that the charge on the oil drops is a whole number multiple of smaller charge equal to negative 1.6 into 10 to the power negative 19 coulomb, from which Millikan concluded that the fundamental unit of charge is equal to negative 1.6 into 10 raised to negative 19 coulomb. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മില്ലിക്കൻ ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി 1.602176 ഇൻറ്റു 10 റൈസ് ടു -19 കൂളം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെയും മാസിൻ്റെയും റേഷ്യോ നമുക്കറിയാം.
ഇലക്ട്രോണിൻ്റെ ചാർജും നമ്മൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് ഒന്ന് കണ്ടുപിടിച്ചാലോ? മാസ് m ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ E ബൈ m, ദാറ്റ് ഈസ് 1.602176 ഇൻറ്റു 10⁻⁻19 കൂളം ഡിവൈഡഡ് ബൈ 1.758820 ഇൻറ്റു 10⁻11 കൂളം പെർ കിലോഗ്രാം, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദ വാല്യൂ 9.1094 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസും കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിൻ്റെ ചാർജ് അറിയാം, ഇലക്ട്രോണിൻ്റെ മാസും അറിയാം. അങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ആറ്റത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണ്ടേ? അത്തരമൊരു ചിന്താഗതിയിൽ നിന്നാണ് കനാൽ റേസ് കണ്ടെത്തപ്പെടുന്നത്. ഗോൾഡ്സ്റ്റീൻ എന്ന സയൻറ്റിസ്റ്റാണ് കനാൽ റേസിനെ കണ്ടെത്തുന്നത്. അതായത് കാഥോഡ് റേ ട്യൂബിൽ പെർഫറേറ്റഡ് കാഥോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സുഷിരങ്ങളുള്ള കാഥോഡുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ പുറകുവശത്തായി ഫോസ്ഫോറസൻ്റ് സ്ക്രീൻ ഉപയോഗിക്കുകയും ചെയ്താൽ ഇതേ കാഥോഡ് റേ ട്യൂബിൽ നിന്ന് സ്ക്രീനിൽ സിൻഡിലേഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കാഥോഡ് റേസ് ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ ഗ്യാസ് മോളിക്യൂളുമായി കൊളൈഡ് ചെയ്യുമ്പോൾ അവയെ അയോണൈസ് ചെയ്യുകയും അങ്ങനെ അയോണൈസ് ചെയ്യപ്പെടുന്ന ഗ്യാസ് മോളിക്യൂൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുകയും ആ അയോണുകൾ കാഥോഡിലെ ഹോൾസിൽ കൂടി കടന്നു വരികയും ചെയ്യുന്നു. ഇത്തരം പാർട്ടിക്കിൾസിൻ്റെ സ്ട്രീമിനെയാണ് കനാൽ റേസ് എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കനാൽ റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊന്ന് നോക്കാം. നമ്പർ 1, the mass of positively charged particles depends upon the nature of the gas present in the cathode ray tube. They are simply the positively charged gaseous ions. ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാഥോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ ചാർജോ ചാർജ് ടു മാസ് റേഷ്യോ അതിൽ എടുത്തിരിക്കുന്ന ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ നേച്ചറിനെ ആശ്രയിച്ചിരുന്നില്ല. But unlike cathode rays, the mass of positively charged particles depends upon the nature of the gas present inside the discharge tube. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. The second one is the charge to mass ratio of the particles depends on the nature of the gas from which these canal rays originate. And the third point is some of the positively charged particles carry a multiple of fundamental unit of electrical charge. അതായത് ഗ്യാസസ് മാറ്റി മാറ്റി എടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ വാതകങ്ങൾ മാറ്റി മാറ്റി എടുക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുകളുടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ചാർജിൻ്റെ ഫണ്ടമെൻ്റൽ ഇലക്ട്രിക്കൽ ചാർജായ 1.6 ഇൻറ്റു 10⁻⁻19 കൂളമിൻ്റെ മൾട്ടിപ്പിളുകളായിട്ടാണ് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത്. And the final point is the behavior of these particles in the magnetic field and electric field is just opposite to that observed for electrons or cathode ray particles. ഈ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുകളുടെ കണങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡിനോടും മാഗ്നറ്റിക് ഫീൽഡിനോടുമുള്ള പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ കാഥോഡ് റേയിൽ കണ്ടതിന് എന്താണോ അതിൻ്റെ നേർവിപരീതമായിരുന്നു. And the smallest or lightest positive ion was observed from hydrogen gas, and these particles were called protons. നിങ്ങൾക്കറിയാം ഹൈഡ്രജനാണ് ഏറ്റവും ലൈറ്റസ്റ്റ് എലമെൻ്റ് എന്ന് അല്ലേ? അങ്ങനെ വരുമ്പോൾ E/m റേഷ്യോയും ഹൈഡ്രജൻ്റെ പോസിറ്റീവ് അയോണിനാണ് കൂടുതൽ വരുന്നത്. അതുപോലെ സ്മോളസ്റ്റ് പോസിറ്റീവ് ചാർജും ഹൈഡ്രജനിൽ നിന്നാണ് ഡിറ്റക്റ്റ് ചെയ്തത്. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത പാർട്ടിക്കിളിനെയാണ് പ്രോട്ടോൺ എന്ന് വിളിച്ചത്. ഈ പ്രോട്ടോണിൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ നടത്തിയത് 1919 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോട്ടോണിനെ കണ്ടെത്തപ്പെട്ടത്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്തി, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെയും കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം ആറ്റത്തിനുള്ളിൽ ഉണ്ടാകുമോ? ഈ അന്വേഷണമാണ് 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുകളെ കണ്ടെത്താനിടയാക്കിയത്.
ബെറിലിയത്തിൻ്റെ ആറ്റങ്ങളിൽ ഹീലിയം ആറ്റങ്ങളെ കൊണ്ടിടിപ്പിച്ച് അവയെ ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കി കാർബൺ പാർട്ടിക്കിളുകളാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചാർജ് ഇല്ലാത്ത ചില കണങ്ങളെ ചാഡ്വിക്കിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇവയാണ് ന്യൂട്രോണുകളെന്ന് വിളിക്കപ്പെട്ടത്. അതായത് ഒരു പൊളോണിയം സോഴ്സിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആൽഫ റേ പാർട്ടിക്കിളുകളെ ബെറിലിയത്തിൻ്റെ ഷീറ്റിൽ പതിപ്പിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന അൺനോൺ റേഡിയേഷൻസിനെ പാരഫിൻ വാക്സിൽ കൂടി കടത്തിവിട്ടപ്പോൾ അവിടെ നിന്ന് പ്രോട്ടോണുകൾ ഉത്സർജിക്കപ്പെട്ടു. അങ്ങനെ എജക്റ്റ് ചെയ്ത പ്രോട്ടോൺസിൻ്റെ റേഞ്ച് കണ്ടെത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില ചാർജ് ഇല്ലാത്ത കണങ്ങളും ഈ ബെറിലിയം ന്യൂക്ലിയസിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. ഇത്തരം ചാർജ് ഇല്ലാത്ത കണങ്ങളെയാണ് ന്യൂട്രോണുകളെന്ന് വിളിക്കപ്പെട്ടത്. അപ്പോൾ ഇതാണ് സബറ്റോമിക് പാർട്ടിക്കിളുകളുടെ കണ്ടുപിടുത്തം. നമ്മൾ ഇലക്ട്രോണിനെ കണ്ടെത്തി കഴിഞ്ഞു, പ്രോട്ടോണിനെ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തന്നെ ന്യൂട്രോണിനെയും കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളുകളുടെ ചാർജും മാസുമൊക്കെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് ഒരു ടേബിളിൽ മനസ്സിലാക്കിയാലോ? നോക്കൂ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കാണുന്നുണ്ട്. അത് -1.6022 × 10⁻⁻19 ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് +1.6022 × 10⁻⁻19. ഇനി ന്യൂട്രോണിനാണെങ്കിലോ ചാർജില്ല. നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് പഠിച്ചതുപോലെ ഇവിടെ റിലേറ്റീവ് ചാർജസ് ഒന്ന് നോക്കിയാലോ? ഒന്ന് -1, സെക്കൻഡ് വൺ പ്രോട്ടോണിൻ്റെത് +1, ന്യൂട്രോണിന് ചാർജില്ല. ഇനി ഇവയുടെ മാസം കിലോഗ്രാമിലൊന്ന് പഠിക്കാം നമുക്ക്. 9.11 × 10⁻31 കിലോഗ്രാം. അതുപോലെ 1.673 × 10⁻27 കിലോഗ്രാം. ന്യൂട്രോണിന് ഒരു ലേശം മാസ് കൂടുതലാണ്. അത് 1.675 × 10⁻27 കിലോഗ്രാം. ഇതാണ് പാർട്ടിക്കിളുകളുടെ ചാർജും മാസും. അപ്പോൾ ഈ ന്യൂട്രോണിനെ കണ്ടെത്തിയത് 1932 ഞാൻ പറഞ്ഞു. എന്നാൽ അതിനു മുന്നേ തന്നെ ജെ തോംസൺ 1898 ഒരു ആറ്റം മോഡൽ ആദ്യമായി അവതരിപ്പിച്ചു. അതിനെ തോംസൺ മോഡൽ ഓഫ് ആറ്റം എന്നാണ് അറിയപ്പെടുന്നത്. തോംസണിൻ്റെ അഭിപ്രായപ്രകാരം ഏകദേശം 10⁻⁻10 മീറ്റർ റേഡിയസോടുകൂടിയ സ്പെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നവയാണ് ആറ്റങ്ങളെന്നും ഈ സ്പെറിക്കൽ ഷേപ്പിൽ മുഴുവനായി പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ഇനി ആ ചാർജിൽ അവിടെ എവിടെയായി ഇലക്ട്രോണുകൾ എംബഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം അവതരിപ്പിച്ച മോഡലിൽ പറയുന്നത്. ഇതിനെ പ്ലം പുഡിംഗ് മോഡലെന്നോ റൈസിൻ പുഡിംഗ് മോഡലെന്നോ വാട്ടർമെലൺ മോഡലെന്നോ ഒക്കെ വിളിക്കാറുണ്ട്. അതെന്താ അങ്ങനെ വിളിക്കുന്നത്? നോക്കൂ, തണ്ണിമത്തൻ്റെ മാംസളമായ നമ്മൾ കഴിക്കുന്ന രുചിയുള്ള മധുര രസമുള്ള ഭാഗത്തിനെ നിങ്ങൾ പോസിറ്റീവ് ചാർജായി കണക്കാക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൽ അവിടെ എവിടെയായി വിതറിയിരിക്കുന്ന തണ്ണിമത്തൻ്റെ സീഡ്സാണ് ഇലക്ട്രോണുകളെന്ന് പരിഗണിക്കൂ. ആ തരത്തിലാണ് ഈ മോഡലിന് വാട്ടർമെലൺ മോഡൽ എന്ന് പേര് വന്നത്. ഇതുപോലെ തന്നെ റൈസിൻസും പുഡിങ്ങിൽ കാണപ്പെടുന്നത്. ഇനി ഈ ആറ്റം മോഡലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്നാൽ മാസ് ഓഫ് ദി ആറ്റം ഈസ് അസ്യൂംഡ് ടു ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ആറ്റം. അതായത് ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഏകദാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മോഡലിന് ആറ്റത്തിൻ്റെ ന്യൂട്രാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും തുടർന്നു വന്ന പരീക്ഷണങ്ങളുടെ റിസൾട്ട്സുമായി ഈ മോഡൽ ഒത്തുപോകുന്നില്ലായിരുന്നു. ഇവിടെയാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അൾട്ടിമേറ്റ് ട്രൂത്ത് തിയറി എന്നൊന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മൾ സിദ്ധാന്തങ്ങളെ പൊളിച്ചെഴുതുന്നു. അങ്ങനെ തോംസൺ മോഡൽ ഓഫ് ആറ്റം എല്ലാ സ്വഭാവ സവിശേഷതകളെയും വിശദീകരിക്കുന്നതിൽ വിജയിക്കുന്നില്ല. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ഈ ഡിസ്ചാർജ് ട്യൂബും ഉപയോഗിച്ചുകൊണ്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുകയും 1895 വില്യം റോൺജൻ എന്ന സയൻറ്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് തന്നെ എക്സ് കിരണങ്ങളെ കണ്ടെത്തുകയും ചെയ്തു. വളരെ ഹാർഡായിട്ടുള്ള മെറ്റൽ ആനോഡുകളിൽ കാഥോഡ് റേസ് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇൻവിസിബിളായിട്ടുള്ള റേഡിയേഷൻസ് ഡിസ്ചാർജ് ട്യൂബിന് പുറത്തേക്ക് വരുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അന്ന് അതിന് എക്സ് കിരണങ്ങൾ എന്നാണ് പേര് കൊടുത്തത്. ഇങ്ങനെയാണ് എക്സ് റേസിനെ കണ്ടെത്തപ്പെടുന്നത്.
ഇനി ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന പല പരീക്ഷണങ്ങളുടെയും ഫലമായിട്ടാണ് റേഡിയോ ആക്ടിവിറ്റിയും കണ്ടെത്തുന്നത്. നോക്കൂ, ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹെൻറി ബെക്കറേൽ എന്ന സയൻറ്റിസ്റ്റാണ് റേഡിയോ ആക്ടിവിറ്റി ആദ്യമായി ഡിറ്റക്റ്റ് ചെയ്യുന്നത്. തുടർന്ന് മാരി ക്യൂറി, പിയറി ക്യൂറി, റുദർഫോർഡ്, ഫെഡറിക് സോഡി തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി നമുക്ക് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 3 തരത്തിലുള്ള റേഡിയേഷൻസാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഗണത്തിൽപ്പെടുന്നത്. ഒന്ന് ആൽഫ റേസ്. റുദർഫോർഡ് തെളിയിച്ചതനുസരിച്ച് ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസാണ്. അവ ഹീലിയം ന്യൂക്ലിയസിന് തുല്യമാണ്. ഇനി ഇത്തരം ന്യൂക്ലിയസുകൾ 2 ഇലക്ട്രോണുകളെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ഹീലിയം ഗ്യാസായി മാറാൻ കഴിയുമെന്ന് റുദർഫോർഡ് മനസ്സിലാക്കി. അതുപോലെ ബീറ്റ പാർട്ടിക്കിൾസ് എന്നാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അവ ഇലക്ട്രോണുകൾക്ക് ഇക്വലൻ്റ് ആണ്. ഇനി ഗാമ റേസ് ആണെങ്കിലോ അവ ചാർജും മാസുമില്ലാത്ത ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളാണ്. ഈ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നാച്ചുറൽ റേഡിയേഷൻസിൻ്റെ കണ്ടുപിടുത്തമാണ് റുദർഫോർഡിനെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലേക്ക് നയിച്ചത്. എന്താണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. റുദർഫോർഡും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുമായ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാസ്ഡൻ എന്നീ യുവശാസ്ത്രജ്ഞന്മാരും ചേർന്ന് വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിൽ ആൽഫ റേ പാർട്ടിക്കിൾസിനെ കൊണ്ട് ബൊമ്പാടിയിപ്പിച്ചു. Rutherford and his students, Hans Geiger and Ernest Marsden, bombarded a very thin gold foil with a stream of alpha particles. The thin gold foil was surrounded by a circular fluorescent zinc sulfide screen around it. Whenever alpha particles strike the screen, a tiny flash of light was produced at the point. അതായത് ഈ തിൻ ഗോൾഡ് ഫോയിലിനെ അല്ലെങ്കിൽ സ്വർണ്ണ തകിടിനെ ഏകദേശം 100 നാനോമീറ്ററിനടുത്ത് മാത്രം തിക്നെസ് ഉള്ള സ്വർണ്ണ തകിടിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ചുറ്റിക്കൊണ്ട് ഒരു സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീനും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ പതിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഗ്ലോ ഉണ്ടാകും. ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. മിക്കവാറും എല്ലാ ആൽഫ രശ്മികളും ഒരു വ്യതിയാനവും കൂടാതെ സ്വർണ്ണത്തകിടിൽ കൂടി കടന്നുപോയി. 2, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ റേസ് ഡീവിയേറ്റഡ് അറ്റ് സ്മോൾ ആംഗിൾസ്. ഒരു ചെറിയ ഫ്രാക്ഷൻ ആൽഫ കിരണങ്ങൾ ചെറിയ കോണളവുകളിൽ വ്യതിചലിച്ചു പോയി. എ വെരി ഫ്യൂ ആൽഫ റേസ്, ദാറ്റ് ഈസ് 1 in 20,000, റീബൗണ്ടഡ് അറ്റ് നിയർലി 180 ഡിഗ്രി. അതായത് 20,000 ആൽഫ കണങ്ങൾ കടന്നു പോകുമ്പോൾ, ഗോൾഡ് ഫോയിലിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ 1-2 മാത്രം 180 ഡിഗ്രി ആംഗിളിൽ റീബൗണ്ട് ചെയ്തു. അതായത് പോയതുപോലെ തന്നെ, ചെന്ന് പതിച്ചതുപോലെ തന്നെ തിരികെ വരുന്നു. ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്? അതിലെ ഒന്നാമത്തെ പോയിന്റ് തന്നെ നമുക്കെടുക്കാം. മോസ്റ്റ് ഓഫ് ദി ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് എംപ്റ്റി. ഇനി ദ സെക്കൻഡ് പോയിന്റ് ഈസ് എ ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജാണ് അല്ലേ. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് പാർട്ടിക്കിൾസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള തന്നെ ഏതോ ഒരു ഭാഗം ആറ്റത്തിനുള്ളിൽ ഉണ്ടായിരിക്കണ്ടേ. അതുകൊണ്ടല്ലേ ഇവ പരസ്പരം വികർഷിക്കപ്പെടുകയും ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു പോവുകയും ചെയ്തത്. ഇത് കൃത്യമായി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗത്തിനെ റുദർഫോർഡ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു.
ഇങ്ങനെയാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലോട്ട് വരാം. 1 in 20,000 ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ടഡ് അറ്റ് നിയർലി 180 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അതെന്തേ 20,000 ആൽഫ പാർട്ടിക്കിളുകൾ മാത്രം പോകുമ്പോൾ ഒന്ന് തിരികെ വരുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം തിരികെ വരുന്നത്? ആ ആൽഫ പാർട്ടിക്കിൾ നേരിട്ട് ഈ ചെറിയ പോസിറ്റീവ്ലി ചാർജുള്ള ഭാഗത്തേക്കായിരിക്കും ചെന്നത്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമാണ് ഡീവിയേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ നേരെ അവിടെ ചെന്ന് റീബൗണ്ട് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം, അതിൻ്റെ വോള്യം വളരെ കുറവായിരിക്കണം. അതുകൊണ്ടാണ് ഒരു ആൽഫ പാർട്ടിക്കിളിന് മാത്രം റീബൗണ്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് റുദർഫോർഡിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻസ്. ഈ കൺക്ലൂഷൻസ് വെച്ചുകൊണ്ട് റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ഇതിനെയാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത്. എന്താണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോയിൻറ്റ്സ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1. The positive charge and most of the mass of the atom was densely concentrated in a extremely small region. This very small region of the atom was called nucleus. അതായത് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും എൻ്റയർ പോസിറ്റീവ് ചാർജും ഏകദേശം മാസും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചെറിയൊരു ഭാഗത്താണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. Second point is, calculations by Rutherford showed that the volume occupied by nucleus is negligibly small as compared to the total volume of the atom. അതായത് ഈ ന്യൂക്ലിയസിന് ഒക്കുപ്പൈ ചെയ്യാൻ കഴിയുന്ന വോളിയം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വോളിയത്തിനെ സങ്കല്പിക്കുമ്പോൾ വളരെ ചെറുതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം റേഡിയസ് ഓഫ് ദി ആറ്റം 10⁻⁻10 മീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്നത് 10⁻⁻15 മീറ്റർ ആണ്. അതായത് ന്യൂക്ലിയസിൻ്റെ വലിപ്പത്തിനേക്കാൾ ഏകദേശം 10⁵ എന്ന് പറഞ്ഞാൽ 1,00,000 മടങ്ങ് വലിപ്പം കൂടുതലാണ് ആറ്റത്തിൻ്റെത്. നിങ്ങൾ ന്യൂക്ലിയസിനെ ഒരു ക്രിക്കറ്റ് ബോളായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഫീൽഡ് സങ്കല്പിക്കൂ. ഇതാണ് ആറ്റത്തിൻ്റെ വലിപ്പം. അതുമല്ല, നിങ്ങൾ ആറ്റത്തിനെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമായി സങ്കല്പിക്കൂ എങ്കിൽ ആ സ്റ്റേഡിയത്തിൻ്റെ പിച്ചിൻ്റെ നടുവിൽ ഇരിക്കുന്ന ഒരു ഡ്യൂ ഡ്രോപ്പ്, ഒരു പുൽനാമ്പിലിരിക്കുന്ന ഒരു ഡ്യൂ ഡ്രോപ്പിനെ ഒന്ന് സങ്കല്പിക്കൂ. അത്രയും വലിപ്പം മാത്രമേ കാണുകയുള്ളൂ നമ്മുടെ ന്യൂക്ലിയസിന്. ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ മൂന്നാമത്തെ പോയിൻ്റാണ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ് കാണപ്പെടുന്നത് അല്ലേ. ഇലക്ട്രോണുകൾ അവയ്ക്ക് വെളിയിൽ കാണപ്പെടുന്നു. ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും തമ്മിലുള്ള അട്രാക്ഷൻ വൈദ്യുതാകർഷണ ബലമാണ്. അതായത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അതായത് ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതാണ് ന്യൂക്ലിയർ മോഡലിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഈ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിനെ പ്ലാനറ്ററി മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം റുദർഫോർഡ് പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്ത്സ് കോൾഡ് ഓർബിറ്റ്സ് എന്നാണ്. അതായത് ഇലക്ട്രോണുകൾ വളരെ ഉയർന്ന സ്പീഡോടുകൂടി ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ എന്നാണ്. അതായത് സോളാർ സിസ്റ്റത്തിനോട് ഉപമിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിനെ പ്ലാനറ്ററി മോഡൽ എന്നും വിളിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാഠത്തിലെ തുടർന്ന് വരുന്ന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ടേംസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ ടേമാണ് അറ്റോമിക് നമ്പർ, ഇസഡ് എന്നത്. അറ്റോമിക് നമ്പർ ഈസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം or it is equal to the number of electrons in a neutral atom, or it is equal to the number of electrons in a neutral atom. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം
ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് വെളിയിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അതിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടേം ഒന്ന് നോക്കാം. മാസ് നമ്പർ ഡിനോട്ടഡ് ബൈ ദ representation A. The total number of nucleons is termed as mass number of the atom. എന്താ ഈ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്? ന്യൂക്ലിയസിലുള്ള കണങ്ങൾ, അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടി സമ്മാണ് മാസ് നമ്പർ എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് മാസ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിനെ അറ്റോമിക് നമ്പർ കൊണ്ട് മൈനസ് ചെയ്താൽ മതിയാകും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ഇസഡ്. ഇനി ഇങ്ങനെ എയെയും ഇസഡിനെയും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ളത് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണെന്നിരിക്കട്ടെ, എങ്കിൽ ആ എക്സിൻ്റെ ലെഫ്റ്റിൽ താഴ്വശത്തായി ബോട്ടം പാർട്ടിലായി അറ്റോമിക് നമ്പറിനെയും ലെഫ്റ്റ് ടോപ്പിലായി മാസ് നമ്പറിനെയും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് വഴി ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയതെന്ന്, അതുപോലെ എന്താണ് ആനോഡ് റേസ്, അവയുടെ പ്രോപ്പർട്ടീസ്, ഇനി പ്രോട്ടോണിൻ്റെ കണ്ടെത്തൽ, തുടർന്ന് ന്യൂട്രോണിൻ്റെ കണ്ടെത്തൽ, നാച്ചുറൽ റേഡിയേഷൻസ് എന്താണ്, അവ എത്ര തരത്തിലുണ്ടെന്നുള്ളത്, അതിനെ തുടർന്ന് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, തുടർന്ന് അതിൻ്റെ ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, അതുപോലെ തന്നെ എന്താണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നും മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സുറപ്പിച്ച് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അസൈൻമെൻറ്റിലേക്ക് കടക്കാം. നിങ്ങളൊരു ചോദ്യം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കൂ. ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. വാട്ട് ആർ ദി ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇനി രണ്ടാമതായി ഒരു അസൈൻമെൻറ്റും കൂടി എഴുതിക്കോളൂ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു എലമെൻ്റായ യുറേനിയത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് യുറേനിയം ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളുണ്ട്, എത്ര ന്യൂട്രോണുകളുണ്ട്, എത്ര ഇലക്ട്രോണുകളുണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കൂ. ഈ അസൈൻമെൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നന്ദി, നമസ്കാരം.